കാറ്റാടി യന്ത്രത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കി ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് വൻ തട്ടിപ്പ് നടന്നിരിക്കുന്നു. 10,000-ലേറെ പേരാണ് കോടികളുടെ തട്ടിപ്പിനിരയായത്. സർക്കാരിന് വൈദ്യുതി നൽകുമ്പോൾ ലാഭം കിട്ടുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. 2,000 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഓരോരുത്തർക്കും നഷ്ടമായത്. വീട്ടമ്മമാരാണ് വഞ്ചിക്കപ്പെട്ടവരിൽ കൂടുതലും. കണ്ണൂരിൽ വഞ്ചിക്കപ്പെട്ടവർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് തട്ടിപ്പിനിരയായവർ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ഇത് SGR എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്, ഇന്റർനാഷണൽ കമ്പനിയാണ്. 2,000 അതുപോലെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും ഘട്ടം ഘട്ടമായിട്ട് ഇറക്കി ഇത് കൂടുന്നവർക്ക് ബോണസും കമ്മീഷനും അങ്ങനെ തരാൻ തുടങ്ങി. കാറ്റിനെ കൊണ്ട് കറണ്ട് ഉണ്ടാക്കുക, അതേപോലെ തന്നെ സോളാറിനെ കൊണ്ട് സോളാർ പാനൽ പിരിച്ചിട്ടും കറണ്ട് ഉണ്ടാക്കുക. ഇതിന് 2 വൈദ്യുതി നിർമ്മിക്കുന്നതിന് ചിലവൊന്നുമില്ല. അതുകൊണ്ട് കമ്പനിക്ക് അത്രമാത്രം ലാഭമുണ്ട്. ആ ലാഭമാണ് പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. ഈ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് 28 അല്ലെങ്കിൽ 13 അല്ലെങ്കിൽ 15 എത്രയാണോ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത്, ആ പൈസ നിങ്ങൾക്ക് ഈ പീരീഡ് കാലാവധി കഴിയുമ്പോൾ നിങ്ങൾക്കത് മുഴുവനായിട്ട് തിരികെ കിട്ടുമെന്നും പറഞ്ഞു. ഫസ്റ്റ് ഇപ്പോൾ 2,500 രൂപ ഇട്ടപ്പോൾ എനിക്ക് ദിവസം 90 രൂപ കിട്ടി. അവൾ പറഞ്ഞു 200 രൂപയ്ക്ക് മേഖലയായാൽ നമുക്ക് പൈസ വിഡ്രോ അടിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വിശ്വാസം വന്നല്ലോ. 25,000 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ആയിട്ട് 2 മാസം നമ്മൾ എടുക്കാണ്ടിരുന്നാൽ 1 ലക്ഷമായിട്ട് കിട്ടും. ഇവർ പറഞ്ഞത് VIP 5 എന്ന 125 ആളെ ചേർത്തി കഴിഞ്ഞാൽ BMW കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവർ നമുക്ക് ഫോട്ടോ ഇട്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു കിട്ടിയോ? അതേ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 2 പവൻ്റെ മാല കിട്ടിയിട്ടുണ്ട്, വാച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നോക്കുമ്പോൾ ഇവർ ഫുൾ ഓഫർ എന്ന് വെച്ചാൽ ഇന്ന് 42,000 ഇട്ട് കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ 3 ദിവസം. ആ പ്ലാനിലാണ് കുറേ ആൾക്കാർ കയറിയത്. പിന്നെ അവർ പറഞ്ഞ് ചെറിയ ബാങ്കിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ വെയിറ്റ് ആക്കുന്നു പറഞ്ഞു. പിന്നെ ഇവരെ വിവരേ ഇല്ല. ഒരുപാട് സ്ത്രീകളാണ് ഇവരെ പിടിച്ചിട്ടുള്ളത്. വീട്ടിൽ നിന്ന് സമ്പാദിക്കാം. ഫസ്റ്റ് കുറച്ച് കൊടുത്തിട്ട് പിന്നെ അവരുടെ സ്വർണ്ണവും അതും ഒക്കെ വിറ്റിട്ടാണ് ഇതിലിട്ടിട്ടുള്ളത്. അർജുൻ കല്യാണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാൺ, ഗുഡ് മോർണിംഗ്. അർജുൻ കല്യാൺ, പാതിവില തട്ടിപ്പിന് ശേഷം കേരളം കാണാൻ പോകുന്ന മറ്റൊരു വലിയ തട്ടിപ്പാണോ ഇത്? ഗുഡ് മോർണിംഗ് അരുൺ. തീർച്ചയായും അത്തരം ഒരു തട്ടിപ്പ് തന്നെയാണ് ഈ കാറ്റാടി യന്ത്രത്തിൻ്റെ പേരിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ഇത്തരം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ണൂരിൽ ഇരകളാക്കപ്പെട്ടവർ പറയുന്നത്. 1000 പേർ വീതമുള്ള 14 വാട്സപ്പ് ഗ്രൂപ്പുകൾ ഈ സംഘത്തിനുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 14,000-ലധികം പേർ ഈ തട്ടിപ്പിൻ്റെ ഇരയായി മാറിയിട്ടുണ്ടാകും എന്നുള്ളതാണ് കണ്ണൂരിൽ ഇരകളാക്കപ്പെട്ടവർ സംസാരിക്കുന്നത്. എന്തായാലും ഈ തട്ടിപ്പിൻ്റെ രീതി ഇങ്ങനെയാണ്. അതായത് കാറ്റാടി യന്ത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാറ്റാടി യന്ത്രത്തിൽ അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കി സർക്കാരിന് പണം നൽകുമ്പോൾ സ്വാഭാവികമായും അതിൽ വലിയ ലാഭമാണ് ഉണ്ടാകുന്നത്. അതിലേക്ക് നിങ്ങൾക്കും പണം നിക്ഷേപിക്കാം എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു സൈറ്റ്, ഒരു വെബ്സൈറ്റ് അതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഓരോ രീതിയിലാണ്, അതായത് 2,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ നിക്ഷേപിക്കാൻ വേണ്ടി കഴിയുന്ന പാക്കേജുകളാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ തയ്യാറാക്കിയത്. അതിൻ്റെ ഭാഗമായി ഓരോരുത്തരും വിവിധ പണങ്ങൾ, അതായത് 2,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചവരുണ്ട്. അതിൽ 25,000 രൂപ നിക്ഷേപിച്ചവരുണ്ട്. കൂടുതൽ പേരും വീട്ടമ്മമാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ 14,000-ലധികം പേരിൽ കൂടുതൽ പേരും 2,000-ഉം അതുപോലെ തന്നെ 20,000 രൂപ വരെ നിക്ഷേപിച്ചവരാണ്. 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചവർ ചുരുക്കമാണ് എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്നുള്ളവർ പറയുന്നത്. 2,000 രൂപ വരെ നിക്ഷേപിച്ചവരുടെ കണക്ക് കൂട്ടിയാൽ തന്നെ ഏകദേശം 8,000-ലധികം പേരുണ്ടാവുമെന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഈ 2,000 രൂപ നിക്ഷേപിച്ചവർക്ക് പ്രതിദിനം 20 രൂപ വീതം ബോണസായി ലഭിക്കും. 6 മാസത്തിന് ശേഷം ഇത് 25,000 രൂപയായി തിരിച്ചു നൽകും എന്നുള്ളതാണ് ഈ തട്ടിപ്പ് സംഘം നൽകിയിട്ടുള്ള വാഗ്ദാനം. ഏപ്രിൽ മാസത്തോടുകൂടി ഈ സൈറ്റ്, അതായത് പണം നിക്ഷേപിച്ചിട്ടുള്ള സൈറ്റ് പൂർണ്ണമായും തന്നെ ഇല്ലാതായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇത് തട്ടിപ്പാണ് എന്നുള്ള കാര്യം പലരും തിരിച്ചറിഞ്ഞത് എന്നുള്ളതാണ് ഈ തട്ടിപ്പിനിരയായിട്ടുള്ളവർ പറയുന്നത്. ഇടുക്കിയിൽ ഉൾപ്പെടെ ചിലർ പരാതിയായി നൽകുകയും പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് കണ്ണൂരിൽ തട്ടിപ്പിനിരയായിട്ടുള്ളവർ ജില്ലാ പോലീസ് മേധാവിക്ക് മുൻപാകെ എത്തുകയും ഈ പരാതി നൽകുകയും ചെയ്തത്. എന്തായാലും വലിയ ഒരു തട്ടിപ്പാണ്. 10,000-ലധികം പേർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പാണ്, അല്ലെങ്കിൽ അത്രയും വ്യാപ്തിയുള്ള ഒരു തട്ടിപ്പാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും വലിയ ഈ വൈദ്യുതി കാറ്റാടി യന്ത്രം, നമുക്ക് ഒരു തമാശ രൂപേണ പറയാൻ വേണ്ടി കഴിയുന്നത്, മായാമോഹിനി എന്ന സിനിമയിൽ ആദ്യം വാഴ കൃഷി ചെയ്യുകയും പിന്നീട് അത് വെട്ടിമാറ്റിക്കൊണ്ട് കാറ്റാടി യന്ത്രം സ്ഥാപിക്കുകയും ആ കാറ്റാടി യന്ത്രം കറങ്ങാതിരിക്കുകയും നഷ്ടമാവുകയും ചെയ്യുന്ന ഒരു സീനൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ തട്ടിപ്പ് സംഘങ്ങളെ, അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ആളുകളാണ് എന്ന് പറഞ്ഞ് അതുവരെയും ബന്ധപ്പെട്ട ഓരോ ആൾക്കാരെയും അതിനുശേഷം ബന്ധപ്പെടുമ്പോഴും ഈ തട്ടിപ്പിന് ഇരകളാക്കപ്പെട്ടവർക്ക് മറുപടിയായി ലഭിക്കുന്നത് ഇന്നല്ല നാളെ ശരിയാകും
ശരിയാകും. അത് വേൾഡ് ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു എപ്പോഴാണ് ഈ തട്ടിപ്പ് തുടങ്ങുന്നത്? ഈ പാതിവില തട്ടിപ്പൊക്കെ തുടങ്ങുന്നത് ഏകദേശം ആ സമയത്ത് തന്നെയാണോ? അരുൺ, ഇത് കുറച്ച് വർഷങ്ങളായി തന്നെ ഉള്ള തട്ടിപ്പാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ നിക്ഷേപകരായിട്ടുള്ള ഇപ്പോൾ ഇരകളാക്കപ്പെട്ടവർക്ക് ചെറിയ തുക തിരികെ ലഭിക്കുകയും ചെയ്തിരുന്നു. അതായത് 2000 രൂപ നിക്ഷേപിച്ചവർക്ക് പ്രതിദിനം 20 രൂപ വീതം, അല്ലെങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചവർക്ക് 2500 3000 രൂപ വീതമൊക്കെ പ്രതിദിനം നൽകിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ പിന്നീട് അവർ കൂടുതൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറുകൾ നൽകി 25,000 രൂപ ഇന്ന്, അതായത് ഒരു 3 ദിവസത്തെ ഇടവേളയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ വലിയ നേട്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തിരികെ ലഭിച്ചിട്ടുള്ള ലാഭത്തുകയുൾപ്പെടെ പിന്നീട് കമ്പനിയിലേക്ക് തന്നെ നിക്ഷേപിക്കാൻ വേണ്ടി ഈ നിക്ഷേപകരെ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് കൂടുതൽ പേർ ഇതിൻ്റെ അകത്ത് വഞ്ചിതരാകപ്പെട്ടത്. അവർ കൂടുതൽ തുക സ്വർണം പണയം വെച്ചും അതുപോലെ തന്നെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച പണം ഉൾപ്പെടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് അറിയാതെ പോലും വിശദാംശങ്ങളിലേക്ക് പോവുക. പിന്നിലെ തട്ടിപ്പുകാർ ആരൊക്കെയാണ്, ഗൂഢാലോചനയിൽ ആർക്കൊക്കെയാണ് പങ്ക് എന്ന് നമുക്ക് അന്വേഷിക്കണം. റിപ്പോർട്ടർ പുറത്തുവിടുന്ന മറ്റൊരു തട്ടിപ്പ് വാർത്തയാണ് കാറ്റാടി യന്ത്ര തട്ടിപ്പ്, പാതിവില തട്ടിപ്പ്, ആട് തട്ടിപ്പ്, മാഞ്ചിയൻ തട്ടിപ്പ്. ഇപ്പോൾ ഇതാ വരുന്നു പുതിയ തട്ടിപ്പ്, കാറ്റാടി യന്ത്ര തട്ടിപ്പ്. 14,000-ഓളം ആളുകളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് വിവിധ ജില്ലകളിൽ ഇവർ തട്ടിപ്പ് നടത്തി എന്നതാണ് മനസ്സിലാക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നാണ് അർജുൻ കല്യാട് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും തട്ടിപ്പിനിരയായി നമ്മൾ മലയാളി സുഹൃത്തുക്കൾ.